വില്ലന്മാരാണ് നിങ്ങളെ JRF-ൽ നിന്നും നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നതിൽ നിന്നും ഒക്കെ അകറ്റി നിർത്തുന്നത്. അപ്പൊ ഈ വില്ലന്മാരുടെ പേരുകൾ നിങ്ങൾക്ക് അറിയായിരിക്കും. എന്നാൽ അതിനെ എങ്ങനെ അതിജീവിക്കാമെന്ന് കൂടി നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ഏറ്റവും പ്രധാനപ്പെട്ട ആവർത്തിച്ച് നിങ്ങൾ കേൾക്കുന്ന ഇപ്പൊ ഒരു 10-14ഓളം നെറ്റ് JRF വിജയികളുടെ ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ പറയുന്ന, അവര് വിജയിക്കാൻ എന്ത് വേണമെന്ന് ചോദിച്ചാൽ പറയുന്ന ഒരു സംഭവമാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഒരു ഫസ്റ്റ് C ആയിട്ട് നമുക്ക് കൂട്ടാം. അതിനെ ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി ആണ് പ്രശ്നം. നമുക്ക് വേണ്ടത് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള എഫേർട്ട് ആണ്. ഇതിന് എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹമാണ്. ഈ നെറ്റ് പരീക്ഷ എഴുതുന്നത് ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള മോട്ടിവേഷനോ പുഷ് കൊണ്ടോ ആണെങ്കിൽ 6 മാസമോ 1 ഇയറോ ഒക്കെ ചിലപ്പോ 1-2 അറ്റംപ്റ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വിഷയത്തില് ഇൻഡെപ്ത് പഠിക്കാനായിട്ട് ചിലവഴിക്കേണ്ടി വരും. നമ്മുടെ ഇവിടെ വരുന്ന അധ്യാപകരോടും JRF വിന്നേഴ്സിനോടും ഒക്കെ സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ചും അവര് പറയുന്നത് നെറ്റ് പരീക്ഷ അവർക്ക് സെക്കൻഡറി ആയിട്ടുള്ള കാര്യവും ഇൻഡെപ്ത് നോളജ് ഒരു ഏരിയയിൽ നേടുക എന്നുള്ളത് അവരുടെ പാഷനുമാണ്. ആ രീതിയിൽ ഒരു പാഷൻ നിങ്ങൾക്ക് ഉണ്ടോ? അങ്ങനെ ഇല്ലെങ്കിൽ ആ പാഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുക. നെറ്റിനായിട്ടല്ല നിങ്ങൾ പഠിക്കുന്നത്. നെറ്റും JRF ഓഫ് കോഴ്സ് ലക്ഷ്യമായിട്ട് മുന്നിലുണ്ട്. എങ്കിൽ പോലും പഠിപ്പിക്കാനുള്ള ആഗ്രഹവും പഠിപ്പിക്കണമെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു സബ്ജക്റ്റില് ഇൻഡെപ്ത് നോളജ് ആവശ്യമാണ്. നിങ്ങൾ കമന്റ് സെക്ഷനിൽ ഒന്ന് പറഞ്ഞേ നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ എന്ന്. നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്താൽ അത് മറ്റുള്ളവർ കൂടി ബെനിഫിഷ്യൽ ആവും. നിങ്ങൾ ജീവിതത്തിൽ എന്ത് കാര്യത്തെ പറ്റിയും ചിന്തിച്ചു നോക്കിക്കോ. പഠിക്കുന്ന കാര്യവും പഠിപ്പിക്കുന്നതും ഒക്കെ വിട്ടേക്ക്. നമ്മൾ പാഷനേറ്റ് ആയിട്ട് ഇൻഡെപ്ത് ആയിട്ടുള്ള നോളജ് നേടണം, അറിയണം എന്ന് ആഗ്രഹിക്കുന്ന ഫീൽഡിലൊക്കെ നിങ്ങൾ വിജയിച്ച ചരിത്രവും ഉറപ്പായിട്ടും ഉണ്ടാവും. നെറ്റ് പരീക്ഷയ്ക്കും അത് തന്നെയാണ് വേണ്ടത്. രണ്ടാമത്തെ വില്ലനാണ് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ മനസ്സിലാക്കാതെ പ്രിപ്പയർ ചെയ്യാവുന്നത്. ഒരുപാട് മാറ്റങ്ങൾ വരുന്ന ഡൈനാമിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ഉള്ള പരീക്ഷ തന്നെയാണ് നെറ്റ് എക്സാം. ഒരു സമയത്ത് 2019 സിലബസ് മാറിക്കഴിഞ്ഞിട്ട് സിംഗിൾ വേർഡിൽ ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഒരുപാട് വന്നിരുന്നു. 2-3 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അസേർഷൻ റീസൺ ചോദ്യങ്ങളുടെ അതിപ്രസരമായിരുന്നു. എന്നാൽ ഈ സൈക്കിളിലൊക്കെ നോക്കിയാൽ അസേർഷൻ റീസൺ ചോദ്യങ്ങളൊക്കെ ഒഴിവായിട്ട് ഒരു ചോദ്യം പോലും ചോദിക്കാത്ത സബ്ജക്റ്റുകളും ഷിഫ്റ്റുകളും ഉണ്ടായിരുന്നു. അവിടെ സ്റ്റേറ്റ്മെന്റുകൾ ഒരുപാട് തരികയും അതിന്റെ അറേഞ്ച്മെന്റുകളും സെലക്ഷനും ക്രോണോളജിക്കൽ ഓർഡറും ടേബിളിന്റെ ഫോർമാറ്റിൽ തന്നിട്ട് ടാബ്ല ഫോമിൽ തന്നിട്ട് മാച്ച് ദ ഫോളോയിങ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം അഡാപ്റ്റീവ് ആയിട്ടുള്ള പാറ്റേണുകൾക്കനുസരിച്ച് തയ്യാറെടുക്കാനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ഫോക്കസ് ഏരിയകൾ ഐഡന്റിഫൈ ചെയ്യാനും. കുറെ പേര് പറയും വിവേക്ക് നോക്കണ്ട, ചോദ്യം റിപ്പീറ്റ് ചെയ്യില്ല, നെറ്റ് പരീക്ഷ ശരിയാണ്. എന്നാൽ നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ കഴിഞ്ഞ 5-6 വർഷമായിട്ട് സിലബസ് മാറിയിട്ടില്ല. പേപ്പർ 1 ഒക്കെ എല്ലാ ഏരിയകളിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. I+ന്റെ നമ്മുടെ കോച്ചിങ്ങിലാണെങ്കിൽ JRF ടെസ്റ്റ് സീരീസിൽ വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ പാറ്റേൺ മാറിക്കഴിഞ്ഞുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ ഒരു 12,000ഓളം ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. അപ്പോ ഈ രീതിയിൽ ചിട്ടയായിട്ട് നിങ്ങൾ പഠിക്കുകയും ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് ഫോക്കസ് ഏരിയകൾ അതുപോലെ എല്ലാതരം പാറ്റേണുകളും പരിചയപ്പെടാനുള്ള അവസരവും കിട്ടും. അത് മിസ്സാക്കരുത്. അത് തന്നെയാണ് സൊല്യൂഷൻ. മാറുന്ന പാറ്റേണും അതുപോലെ പേപ്പർ 2 ഒക്കെ എടുത്താൽ നിങ്ങൾക്ക് ചില വർഷങ്ങളിൽ ചില യൂണിറ്റുകളിൽ 10-20 ചോദ്യമൊക്കെ ഉണ്ടാവും. എന്നാൽ അടുത്ത സൈക്കിളിൽ വരുമ്പോൾ അവിടെ 5-6 ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. എന്താ സംഭവം? ഈ ചോദ്യ പേപ്പറുകൾ പ്രിപ്പയർ ചെയ്യുന്നത് ഓരോ ഫീൽഡിലെ എക്സ്പേർട്സാ. അപ്പൊ അവരുടെ ഫീൽഡിലേക്ക് ഒന്ന് ലീൻ ചെയ്യാനുള്ള, അതിലൊന്ന് കൂടുതൽ ഫോക്കസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ടാണ് ചില യൂണിറ്റ് കൂടുതൽ ചോദ്യം വരുന്നത്. അപ്പോ ഈ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യുക, അത് അനലൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ പല സൈക്കിളുകളിലെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ഫോക്കസ് ഏരിയകളും കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇനിയും സിലബസ് അടുത്ത സൈക്കിളിലൊക്കെ മാറിയേക്കാം. അതുകൊണ്ട് മറക്കാതെ ഇനിയൊരു ചാൻസ് എന്ന് വിചാരിച്ചിരിക്കാതെ ഈ 6 മാസം തന്നെ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് പഠിക്കുക. അതിന് I+ന്റെ ലൈവ് ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും കോഴിക്കോടും എറണാകുളത്തും തിരുവനന്തപുരത്തും ഒക്കെ ഉള്ളത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആ ഓപ്പർച്യൂണിറ്റി പ്രയോജനപ്പെടുത്തുക. മൂന്നാമത്തെ വില്ലനാണ് ഫിയർ എന്ന് പറയുന്നത്. അത് മാത്സിനോടുള്ള ഫിയർ മാത്രമല്ല, നിങ്ങളുടെ പേപ്പർ 2-ല് ചില യൂണിറ്റുകൾ പേടിയോ അല്ലെ ഒരു ഇഷ്ടക്കേടോ എന്ന് പറയാം. നമ്മളിപ്പോ മുതിർന്ന ആൾക്കാരായോണ്ട് നിങ്ങൾ അത് അയ്യോ എന്ന് പറഞ്ഞിട്ട് പേടിക്കാവില്ല. പക്ഷെ ചില ടോപ്പിക്കുകൾ എടുക്കുമ്പോൾ ഒരു വെറുപ്പ് അല്ലെങ്കിൽ അത് പഠിക്കാനുള്ള ഒരു മടി,
അതിനെ അഭിമുഖീകരിക്കാൻ തെറ്റുമോ എന്നുള്ളൊരു ഭയം, ഇതൊക്കെ കൊണ്ട് ടോട്ടലായിട്ട് ചില യൂണിറ്റുകളും ടോപ്പിക്കുകളും DAയും മാത്തമാറ്റിക്കൽ റീസണിങ്ങും ഒക്കെ അങ്ങനെ ഉപേക്ഷിക്കുന്ന ഒരാളാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേടിയുള്ള ടോപ്പിക്കുകൾ ഒന്ന് കമന്റ് ചെയ്യുക. അതിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള കൂടുതൽ വീഡിയോസ് നമുക്ക് ഈ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പോ ആ പേടി നിങ്ങളെ വിജയത്തിൽ നിന്ന് തടയും. ഇനി അതിനെ എങ്ങനെ അതിജീവിക്കാം? നിങ്ങൾ തോട്ട് പാറ്റേൺ മാറ്റുകയാണ് അതിനുള്ള വഴി. ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചു കേട്ടു. അറിയുന്ന ഒരു യൂണിറ്റില് നിങ്ങൾക്ക് ഒരു 70-80% ഒക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് വലിയൊരു എഫേർട്ട് എടുത്താലേ അത് 90-ലോട്ടോ 100-ലോട്ടോ എത്തിക്കാൻ പറ്റുള്ളൂ. അതായത് 5 ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ 3-4 ചോദ്യം ശരിയാവും. 5ാമത്തേത് കൂടി ശരിയായി പെർഫെക്റ്റ് ആയി കിട്ടണമെങ്കിൽ ഒരുപാട് എഫേർട്ട് എടുക്കണം. എന്നാൽ നിങ്ങൾക്ക് 5 ഒരു ചോദ്യമോ അല്ലെങ്കിൽ ഒന്നും ശരിയാവാത്ത യൂണിറ്റുകൾ, ഞാൻ പേപ്പർ 1ന്റെ എക്സാമ്പിളാ പറഞ്ഞത്, പേപ്പർ 2ലും സിമിലർ കേസ് തന്നെയാണ്, യൂണിറ്റുകൾ ഉണ്ടെങ്കിൽ ഒരു മിനിമൽ എഫേർട്ട് എടുത്താൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഒരുപാട് മണിക്കൂറുകൾ ഇരുന്ന് പഠിക്കേണ്ട, ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ഡെയിലി പഠിക്കാനുള്ള ഒരു തീരുമാനം എടുക്കുക. പഠിച്ചു വരും തോറും നമുക്ക് എന്ത് കാര്യത്തെ പറ്റിയിട്ടാണെങ്കിലും അറിയും തോറും ഭയം കുറയും. നിങ്ങൾ ആ ഏരിയയിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് പഠിച്ച് പ്രാക്ടീസ് ഒക്കെ ചെയ്യുമ്പോൾ പതുക്കെ പതുക്കെ ആ വെറുപ്പ്, ഇഷ്ടക്കേടും പേടിയൊക്കെ മാറി ഓക്കെ എനിക്കും സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ അതിൽ 5 വാങ്ങണ്ട. 2-3 ചോദ്യങ്ങൾ ശരിയായാൽ പോലും നിങ്ങൾക്ക് വരുന്ന ഇംപ്രൂവ്മെന്റ്, ഒരു ചോദ്യം ശരിയാവുന്നിടത്തുനിന്ന് 3 ചോദ്യം ശരിയാവുന്ന ഇതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 200% ഗ്രോത്ത്, 200% ഇൻക്രിമെന്റൽ ഗ്രോത്താ നിങ്ങൾക്ക് അവിടെ സ്കോറിംഗിൽ വന്നത്. പിടികിട്ടിയോ? അത് നിങ്ങളെ നെറ്റിലേക്കും JRFിലേക്കും നയിക്കുകയും ചെയ്യും. അപ്പൊ ഈ 3 വില്ലന്മാരെ ഓർക്കുക. 1 കൺസിസ്റ്റൻസി ഇല്ലായ്മ, 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മര്യാദയ്ക്ക് പ്രാക്ടീസ് ചെയ്യാതെ സിലബസിലെ ചില ഏരിയകൾ ഒഴിവാക്കി കളയുന്ന ടെൻഡൻസി, 3 ചില ടോപ്പിക്കുകളോടുള്ള പേടി. ഇതിനെയൊക്കെ എങ്ങനെ അതിജീവിക്കാമെന്നും നമ്മുടെ ഈ വീഡിയോയിൽ പറഞ്ഞു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും പ്രയോജനപ്രദമായി നിങ്ങൾക്ക് സുഹൃത്തുക്കളിലേക്ക് കൂടി ഷെയർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതുകൂടി ചെയ്യുക. നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.